ടു സ്റ്റുഡന്റ് ഇന്ന് +2 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നമ്മളെല്ലാം തുടങ്ങാണല്ലോ. സോ ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് ആണെന്ന് പഠിക്കാൻ പോകുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇംപ്രൂവ്മെന്റിന് ശേഷം ഞാൻ നിങ്ങളെ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. ഞാൻ +1 ഇടയ്ക്ക് പോയിരുന്നു. +1 വിസിറ്റിംഗ് വിസയിൽ ഒന്ന് കണ്ടിട്ട് വന്നു. +2 തിരിച്ചു വന്നു. സോ +1 എന്നെ ഒട്ടും പരിചയമല്ല, ബിക്കോസ് ഞാൻ അവർക്ക് എടുത്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് കുറച്ച് പരിചയം ഉണ്ടാവും, ബിക്കോസ് ഞാൻ നിങ്ങളെ ഇംപ്രൂവ്മെന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാമല്ലോ. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ചാപ്റ്റർ, ഈസി ചാപ്റ്റർ ആണ്. പ്രോബ്ലംസ് വലുതായിട്ടൊന്നും ചോദിക്കാൻ ഇല്ല. അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതും റയർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് സോളിഡ് സ്റ്റേറ്റ് അല്ലെ, സോളിഡിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അറിയുന്നല്ലേ ആണ്. എന്താണ് സോളിഡ് എന്ന് പറയുന്നത്? സോളിഡ് എന്ന് പറഞ്ഞ സാധനത്തിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പും മാസും ഒക്കെ ഉണ്ടാവും അല്ലെ. ലിക്വിഡിനെ വെച്ച് നോക്കുമ്പോഴും ഗ്യാസിനെ വെച്ച് നോക്കുമ്പോഴും സോളിഡ്സിന്റെ കേസിലുള്ള പ്രത്യേകത എന്താണ്? അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള മാസും ഷേപ്പും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിപ്പോ ഒരു സോളിഡ് ആണ്, ഇതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മാസ് ഇല്ലേ? അത് ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന് മാസം മാറിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, ഇതാണ് ഒരു സോളിഡ് എന്ന് പറയുന്നത് അല്ലെ. ലിക്വിഡിന്റെ കേസ് ആണെങ്കിൽ എന്താണ്? ലിക്വിഡിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഇല്ല, ബിക്കോസ് അത് ഏത് കണ്ടെയ്നറിലാണോ, നമ്മളിപ്പോ 1 ലിറ്റർ ബോട്ടിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ബോട്ടിലിന്റെ ഷേപ്പ് ആയിരിക്കും അതിനുണ്ടാവുക. ഇപ്പൊ ഒരു വെസലിലാണ്, ഒരു പാത്രത്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിന് ഏതാണ് ഷേപ്പ് അതിനനുസരിച്ചാണ് ഉണ്ടാവുക. സോ അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഇല്ല. ഗ്യാസിന്റെ കേസ് ആണെങ്കിൽ കംപ്ലീറ്റ് റാൻഡം മോഷൻ ആണ്, അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒന്നുമില്ല അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കൽസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്തുകൊണ്ട് പോകുന്നു അല്ലെ. അപ്പോ ആദ്യം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങൾ അല്ലെ. എന്തൊക്കെയാണ് സോളിഡ് സ്റ്റേറ്റിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്? വളരെ വളരെ ഈസി ആയിട്ടുള്ള ജസ്റ്റ് 4 പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കാം. അത് അങ്ങനെ 3 മാർക്കിനൊന്നും ചോദിക്കാൻ സാധ്യത കുറവാണ്. ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിന് ചോദിക്കും. സോ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് റൈറ്റ് 4 പോയിന്റ്സ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സോളിഡ്സിന്റെ കേസിൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മാസ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട് ആൻഡ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. സോ ദേ ഹാവ് ഡെഫിനറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സിലെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ആർ ഷോർട്ട്. അതായത് സോളിഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സോളിഡ് ഏതൊരു സോളിഡും അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കൊണ്ടല്ലേ. സോ സോളിഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവര് തമ്മിലുള്ള ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ആണ്. ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസസ് ഷോർട്ട്. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അടുത്തത് ഞാൻ വായിക്കട്ടെ. അടുത്ത മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ വായിക്കട്ടെ. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ സ്ട്രോങ്. അതായത് ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് എന്തായിരുന്നു? ഷോർട്ട് ആയിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ് ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ഷോർട്ട് ആയത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഒരു സോളിഡ് ആണെന്ന് വിചാരിക്കുക. ഫോർ സപ്പോസ്റ്റോ എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന പോലെ ഒരു സംഭവം വരച്ചുതരാം. ഇതിപ്പോ ജസ്റ്റ് ഒരു സോളിഡ് അല്ല, ഒരു സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആണ്. സോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഇത് സോളിഡിന്റെ കേസാണ്. ഇത് ലിക്വിഡിന്റെ കേസാണ്. ഇത് ഗ്യാസിന്റെ കേസാണ്. എന്താ ഇതിന്റെ മൂന്നിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്താ ഇതിന്റെ മൂന്നിന്റെയും പ്രത്യേകത? സോളിഡിന്റെ കേസ് ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കമ്പാരിറ്റീവ്ലി ലിക്വിഡ് നമ്മളിപ്പോ ഇത് സോളിഡിന്റെ കേസ് ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി അവരുടെ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ആണ് അല്ലെ. ഇവിടെ നോക്കൂ, ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മറ്റൊരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എത്ര ദൂരത്തിലാണ് ഇരിക്കുന്നത്? ഇതും നോക്കൂ എത്ര ദൂരത്തിലാണ് അല്ലെ. ഇതും നോക്കൂ കേട്ടോ. ഏറ്റവും കൂടുതൽ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഗ്യാസസ് എന്ന് പറയുന്നത്. അതിനേക്കാൾ തൊട്ട് കുറവ് ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ലിക്വിഡ് എന്ന് പറയുന്നത്. അതിനേക്കാൾ വളരെ വളരെ ഷോർട്ട് ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ഉള്ള ഒരു സാധനമാണ് നമ്മുടെ സോളിഡ് എന്ന് പറയുന്നത്. ഇതിന് ഇത്ര വൃത്തിയായിട്ടുള്ള അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉള്ളത്. ശരിയല്ലേ? ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉള്ളത്. ഇതാണ് ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസസ് ഷോർട്ട് എന്ന് പറയാൻ കാരണം. നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആയിരുന്നു അല്ലെ. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് സ്ട്രോങ് അല്ലെ. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അതായത് നല്ലോണം അട്രാക്ട് ചെയ്യും. മനസ്സിലായോ? തമ്മിൽ നല്ലൊരു അട്രാക്ഷൻ നമ്മുടെ സോളിഡ്സിന്റെ കേസിൽ കാണാൻ പറ്റും വെൻ കമ്പയർഡ് ടു ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഓക്കെ, നമ്മൾ എന്നും ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും കേസിൽ കമ്പയർ ചെയ്യുമ്പോൾ സോളിഡ്സിന്റെ കേസിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ആണ്. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആദ്യത്തെ 3 പോയിന്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു അല്ലെ.
നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കട്ടെ. ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. അവർ ഇൻകംപ്രസിബിൾ ആണ്. ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസ് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അതിന്റെ ഷേപ്പിൽ ഒരിക്കലും നമുക്ക് കംപ്രസ് ചെയ്തിട്ട് കുറയ്ക്കാൻ പറ്റില്ല. ഇൻകംപ്രസിബിൾ ആണ് ആൻഡ് റിജിഡ്. റിജിഡ് ആണ് അല്ലെ? ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. സോ ദേ ആർ റിജിഡ്. അപ്പൊ 4 പോയിന്റ്സ് ഒന്നും കൂടി ഞാൻ ക്വിക്ക് ആയിട്ട് വായിക്കാം. They have definite mass, volume and shape. Intermolecular distance are short. Intermolecular force are strong. They are incompressible and rigid. ഈ 4 പോയിന്റ്സ് പക്കയായിട്ടൊന്ന് പഠിച്ചു വെക്കണം. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ സോ നിങ്ങൾ എല്ലാവരും എക്യുപ്ഡ് ആയിട്ട് ഈ 4 പോയിന്റ്സ് വൃത്തിക്ക് എഴുതണേ. നെക്സ്റ്റ് ഇത് ദാറ്റ് ഈസ് ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. സോളിഡ്സിനെ നമ്മൾ ബേസിക് ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻസ് 2 ഡിവിഷൻ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഓർഡർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഏതൊക്കെ തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ നേച്ചർ ഓഫ് ഓർഡറിന്റെ ബേസിസിൽ സോളിഡ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 ക്ലാസിഫിക്കേഷൻസ് സോളിഡ്സിന്റെ? എങ്ങനെയാണ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഒന്ന് വന്നിട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സും മറ്റേത് അമോർഫസ് സോളിഡ്സും അല്ലേ? ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. Solids based on nature of order and arrangement of constituent particles. Solids ine crystalline solids ennum amorphous solids ennum classify ചെയ്തിട്ടുണ്ട്. Crystalline solids and amorphous solids based on nature of order and arrangement of constituent particles. Okay, അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ്, അമോർഫസ് സോളിഡ്സ് എന്താണെന്ന് ഇൻഡിവിജ്വലി പഠിക്കേണ്ട കാര്യം ഇല്ല. ബിക്കോസ് ഇൻഡിവിജ്വലി എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് അമോർഫസ് സോളിഡ്സ് എന്ന് ചോദിച്ച് കാണാറില്ല. പക്ഷെ ചോദിച്ച് കാണാറുള്ള ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ് എന്ന രീതിക്കാണ്. നിങ്ങൾക്ക് അറിയുമല്ലോ, ഇപ്പൊ +2 കേസ് ആണെങ്കിൽ അവർക്ക് അറിയാനായിട്ടില്ല, നിങ്ങൾ എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ പ്രീവിയസ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണെന്നോ അമോർഫസ് എന്താണോ ഒറ്റയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ 30% നമുക്ക് പറയാൻ പറ്റുള്ളൂ. റെസ്റ്റ് 70% ചാൻസ് എന്ന് പറയുന്നത്, ഹൈ ചാൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന രീതിക്കാണ്. സോ ഞാൻ അങ്ങനത്തെ രീതിക്ക് പറഞ്ഞുതരാം. നമ്മള് എക്സാമിന് എങ്ങനെയാണോ ചോദിക്കാൻ സാധ്യത എന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. സോ ഞാൻ അതിന്റെ ഡിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് 3 or 4 പോയിന്റ്സ് ഈച്ച് വെച്ച് പഠിക്കണേ. 2 കൂടെ 4 അല്ല, 1 4 വെച്ച് ഡിഫറൻസ് പഠിക്കണം. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിൽ possess definite geometrical shape. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡയമണ്ടിനെ കുറിച്ച് ഓർത്തിട്ട് പഠിക്കാം. ഓക്കെ, ഡയമണ്ട് ഒരു ക്രിസ്റ്റൽ അല്ലേ? അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഉദാഹരണം എന്താണ്? ഡയമണ്ട് ആണ്. ഡയമണ്ട് അറിയില്ലേ? നമ്മുടെ ഡയമണ്ട്, ആ ഡയമണ്ട്. ഓക്കെ, possess definite geometrical shape. ഓക്കെ, ഡയമണ്ടിന്റെ കേസ് ആണെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഡയമണ്ടിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്രിസ്റ്റലൈൻ സോളിഡ്സ് possess definite geometrical shape എന്ന് പറയാൻ പറ്റും. പൊതുവെ എല്ലാവർക്കും ഡയമണ്ടിന്റെ കാര്യം അറിയുന്നതാണ്. പെൺകുട്ടികളാണ് മോതിരങ്ങളും ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും അങ്ങോട്ടൊക്കെ അറിയുന്നില്ലേ ഡയമണ്ടിന്റെ കാര്യം? മോതിരത്തിലും കമ്മലിലൊക്കെ ഉള്ള സാധനം. സോ possess definite geometrical shape, ഒന്നാമത്തെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പോയിന്റ്. ഇതിന്റെ ഉൾട്ടയായിരിക്കുമല്ലോ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന അമോർഫസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ഡിഫറൻസസ് ബിറ്റ്വീൻ അല്ലേ പഠിക്കുന്നത്. സോ ഇതിന്റെ ഉൾട്ടയായിരിക്കും അപ്പുറത്തിരിക്കുന്നത്. സോ ഇത് possess definite geometrical shape എന്നാണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും? does not possess definite geometrical shape അല്ലെ? ഡെഫിനറ്റ് ആയിട്ടൊരു ജോമെട്രിക്കൽ ഷേപ്പ് അവർ possess ചെയ്യുന്നില്ല. ആൻഡ് രണ്ടാമത്തെ ഡിഫറൻസിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒന്നാമത്തെ ഡിഫറൻസ് ആണ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. എന്താണ് ഈ അനൈസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് അനൈസോട്രോപ്പി? അനൈസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ അങ്ങനെ ചില ഇലക്ട്രിക്കൽ കറന്റോ, ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റിയോ, ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ കണ്ടക്ടിവിറ്റി, അങ്ങനെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓരോ ഡിറക്ഷനിലും മാറിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രോപ്പർട്ടിയാണ് അനൈസോട്രോപ്പി എന്ന് പറയാം. ഓക്കെ, ആ ഒരു അനൈസോട്രോപ്പി നേച്ചറാണ് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് കാണിക്കുന്നത്. സോ ഇതിന്റെ ഉൾട്ടയായിരിക്കുമല്ലോ അമോർഫസ് സോളിഡ്സ് കാണിക്കുക. അനൈസോട്രോപിക് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അമോർഫസ് സോളിഡ്സ് എന്തായിരിക്കും? ഐസോട്രോപിക് ആയിരിക്കും അല്ലെ? ഐസോട്രോപിക് ആയിരിക്കും. മൂന്നാമത്തെ ഡിഫറൻസിലേക്ക് കിടക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മറ്റൊരു പേര് ട്രൂ സോളിഡ്സ് എന്നാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പേര് ട്രൂ സോളിഡ്സ്. അപ്പൊ ഇതിന്റെ ഉൾട്ടയായിരിക്കുമല്ലോ അപ്പുറത്ത് അമോർഫസ് സോളിഡ്സ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എഴുതും ഫോൾസ് സോളിഡ് ആണെന്ന്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോകും. ബിക്കോസ് സൂഡോ സോളിഡ്സ് ആണ് നമ്മുടെ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? സൂഡോ സോളിഡ്സ്. ഓക്കെ, സൂഡോ സ്പെല്ലിംഗ് എടുത്തിട്ടെ, PSEUDO. ഓക്കെ, സ്യൂഡോ സോളിഡ്സ്.
ലാസ്റ്റ് ഡിഫറൻസ് പറയാം. നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ഓർഡർ ആണ്, അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. സോ ക്വിക്ക് ആയിട്ട് ഞാൻ ഒന്നുകൂടെ വേഗം പറഞ്ഞുതരാം. possess definite geometrical shape, does not possess definite geometrical shape, anisotropic, isotropic, true solids, pseudo solids, long range order and short range order. ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അമോർഫസ് സോളിഡ്സ് തമ്മിലുള്ള വ്യത്യാസം. ഇനി എക്സാമ്പിൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ എന്തായിരുന്നു എക്സാമ്പിൾ നോക്കിയിരുന്നത്? ഡയമണ്ട് ആയിരുന്നു നോക്കിയിരുന്നത് അല്ലെ. അമോർഫസ് സോളിഡ്സിന്റെ എക്സാമ്പിൾ ഗ്ലാസ് ആണ്. ഓക്കെ, ഗ്ലാസ് ആണ് അമോർഫസ് സോളിഡ്സിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് തന്നെ ഫർദർ ആയിട്ട് 4 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ പഠിച്ചത് സോളിഡ്സ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തതായിരുന്നു, ക്രിസ്റ്റലൈനും അമോർഫസും. ഇനി അടുത്തത് ക്രിസ്റ്റലൈൻ തന്നെ എടുത്തിട്ട് നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 4 എണ്ണം? മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, ലാസ്റ്റ് വൺ കോവാലന്റ് സോളിഡ്സ്. ഓക്കെ, ഇതിനകത്തുനിന്ന് ഒരുപാട് അങ്ങനെ ചോദിച്ച് കാണാറില്ല. സോ ജസ്റ്റ് പേരെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. എന്താണ് മോളിക്കുലാർ, അയോണിക്, അതൊന്നുമില്ല. അപ്പൊ അയോണിക് എടുക്കുകയാണെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കാറ്റോണും ആനിയോണും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കാം. പറ്റുകയാണെങ്കിൽ ഓരോന്നിന്റെയും എക്സാമ്പിൾസ് നോക്കി വെക്കാം. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ അല്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ കവർ ചെയ്യാത്തത്. അപ്പൊ മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് ആൻഡ് കോവാലന്റ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് കിടക്കാം. അതായത് നമുക്ക് 2 ടേംസ് പഠിക്കാനുണ്ട്, ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും. ഓക്കെ, വൃത്തിയായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്, യൂണിറ്റ് സെൽ എന്താണെന്നുള്ളത്. സോ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 3-dimensional arrangement of constant particles in a crystal is known as crystal lattice. അതായത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് 3-dimensionally ആണ് ഒരു ക്രിസ്റ്റലിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയും. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഏതൊരു സാധനത്തിനകത്തും ഉണ്ടാവും. ഇതിനകത്തും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഇതിനകത്തും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഏതൊരു സബ്സ്റ്റൻസിനകത്തും ഏതൊരു ക്രിസ്റ്റലിനകത്തും നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് 3-dimensionally ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയും. 3-dimensional arrangement of constant particles in a crystal is known as crystal lattice. അപ്പൊ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത ടേം ഏതായിരുന്നു? ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും ആയിരുന്നു അല്ലെ. അപ്പൊ എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ സപ്പോസ് ഞാൻ ഒരു ഉദാഹരണം പറയണം. നമ്മുടെ റുബിക്സ് ക്യൂബ് ഇല്ലേ, ഇങ്ങനെ തിരിപ്പിക്കുന്ന റുബിക്സ് ക്യൂബ്, ആ റുബിക്സ് ക്യൂബ് ആണ് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസ്. ഓക്കെ, ആ റുബിക്സ് ക്യൂബിനകത്ത് എനിക്ക് വരയ്ക്കണം എന്നുണ്ട്, പക്ഷെ വരച്ച് വൃത്തിയായതോടെ ഞാൻ വരയ്ക്കുന്നില്ല. റുബിക്സ് ക്യൂബിനകത്ത് നമ്മൾ ഒരു ക്യൂബ് ഉണ്ടാവില്ലേ, ഞാൻ എന്നാലും വരച്ചുതരാം. ഇതിപ്പോ ഒരു റുബിക്സ് ക്യൂബ് ആണ് സപ്പോസ്. പ്ലീസ് ഒന്ന് നിങ്ങൾ ഇതിൽ എത്ര ഉണ്ടാവും? ശരി, ഇതാണ് റുബിക്സ് ക്യൂബ്. ഓക്കെ, നിങ്ങൾ കമന്റ് ഒന്നും ഇടരുത്. ഇതാണ് റുബിക്സ് ക്യൂബ്. റുബിക്സ് ക്യൂബിനകത്തുനിന്ന് ഒരു ക്യൂബ് നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ ഈ റുബിക്സ് ക്യൂബ് ആണ് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ റുബിക്സ് ക്യൂബ് ആണ് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ റുബിക്സ് ക്യൂബിനകത്തുനിന്ന് ഞാൻ ഒരു ക്യൂബ് എടുത്തു, ഈ ഒരൊറ്റ പെർട്ടിക്കുലർ ക്യൂബിനെ പുറത്തെടുത്തു. ഇതാണ് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്തായിരുന്നു ക്രിസ്റ്റൽ ലാറ്റിസ്? 3-dimensional arrangement of constant particles in a crystal. 3-dimensionally അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തിനെ? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. എവിടെ? ക്രിസ്റ്റലിൽ. അതിനാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയാം. ഞാൻ പറഞ്ഞു ഇതിനകത്തുള്ള ഒരൊറ്റ ക്യൂബിനെ ഞാൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് സെൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്? യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് which when repeats itself generates the entire lattice. ശരിയല്ലേ? നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒരു സ്മോളസ്റ്റ് പോർഷൻ ആണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് സെൽ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്താണ് ജനറേറ്റ് ചെയ്യും? ക്രിസ്റ്റൽ ലാറ്റിസ് ജനറേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ എന്താണ് വേഗം യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞിട്ടെ. യൂണിറ്റ് സെൽ is the smallest portion of a crystal lattice which when repeats itself generates the entire lattice. ഇതാണ് ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും. വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഇങ്ങനെയല്ലേ വരച്ചിരിക്കുന്നത്, 3-dimensional അല്ലേ. സോ ഞാൻ 3D ആയിട്ട് ഒരു യൂണിറ്റ് സെൽ വരച്ചുതരാം. എങ്ങനെയാ യൂണിറ്റ് സെൽ വരയ്ക്കുക? ജസ്റ്റ് ഒരു ക്യൂബ് വരയ്ക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ യൂണിറ്റ് സെല്ലാണ്. ഈ യൂണിറ്റ് സെല്ല് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് 6 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. യൂണിറ്റ് സെല്ല് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് 6 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. ഏതൊക്കെയാണ് 6 പാരാമീറ്റേഴ്സ്? 3 എഡ്ജ് ലെങ്ത്. എഡ്ജ് ലെങ്ത് ഏതൊക്കെയാ? ABC. 3 എഡ്ജ് ലെങ്ത്തും 3 ആംഗിൾസും. ആൽഫ, ഇവിടെ ബീറ്റ, ഇവിടെ ഗാമ.
ഒന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ വരച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. യൂണിറ്റ് സെല്ല് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് 6 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഏതൊക്കെയാണ് 6 പാരാമീറ്റേഴ്സ്? എഡ്ജ് ലെങ്ത് ആയിട്ടുള്ള എയും ബിയും സിയും, ആംഗിൾ ബിറ്റ്വീൻ ദി ഓരോ എഡ്ജസ് ഏതൊക്കെയാണ്? ആൽഫയും ബീറ്റയും ഗാമയും. ഈ 1 2 3 4 5 6 ഈ 6 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു യൂണിറ്റ് സെല്ലിൽ എന്ത് ചെയ്യുക? ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായിണ്ടാവുമല്ലോ? വരയ്ക്കാനൊന്നും ചോദിക്കില്ല കേട്ടോ. ഓക്കെ, ഇനി ഫർദർ ആയിട്ട് യൂണിറ്റ് സെല്ലിനെ തന്നെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 ഡിവിഷൻ ഓഫ് യൂണിറ്റ് സെൽ? ക്രിസ്റ്റലാറ്റിസ് മാത്രം പഠിക്കാനുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് സെല്ലിലേക്കാണ്, കുറച്ച് ഉള്ളിലേക്ക് കടന്നു പോകേണ്ടത്. യൂണിറ്റ് സെല്ലിന്റെ കേസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, യൂണിറ്റ് സെല്ലിനെ ഫർദർ ആയിട്ട് 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും സെന്റേർഡ് യൂണിറ്റ് സെല്ലും. ഞാൻ ഇവിടെ എഴുതട്ടെ. യൂണിറ്റ് സെല്ലിനെ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രിമിറ്റീവ്, സെന്റേർഡ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും സെന്റേർഡ് യൂണിറ്റ് സെല്ലും. എന്താണ് പ്രിമിറ്റീവ്? ആദ്യം എന്താണ് പ്രിമിറ്റീവ് എന്ന് അറിയാം. പ്രിമിറ്റീവ് എന്താ പറയാ, ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ. അതിനകത്ത് ഫർദർ ഡിവിഷൻസ് ഒന്നും ഇല്ല. സോ ഓക്കെ, പ്രിമിറ്റീവ് കേസ് ഞാൻ വരയ്ക്കാം. ഒരു യൂണിറ്റ് സെൽ എടുക്കുക. ഒരു യൂണിറ്റ് സെൽ ആദ്യം വരയ്ക്കുക. ഓക്കെ, ഒരു യൂണിറ്റ് സെല്ലിന്റെ 8 കോർണറിൽ മാത്രം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉള്ള യൂണിറ്റ് സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഞാൻ അവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു യൂണിറ്റ് സെല്ലിന്റെ ഇതൊരു യൂണിറ്റ് സെല്ലാണ്. അല്ലെങ്കിൽ കുത്തിടുന്നതിന് മുന്നേ യൂണിറ്റ് സെല്ലായിരുന്നു. ഇതും യൂണിറ്റ് സെൽ തന്നെ. പക്ഷെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് സെല്ലിന്റെ 8 കോർണേഴ്സിൽ മാത്രം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉള്ള യൂണിറ്റ് സെല്ലിനെ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ? 8 കോർണറിൽ മാത്രം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉള്ളതിനെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. When constituent particles are present only on the 8 corners of a unit cell, then that type of unit cell is known as primitive unit cell. Primitive കഴിഞ്ഞില്ലേ? ജസ്റ്റ് ഇത് മാത്രം പ്രിമിറ്റീവിന്റെ കേസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്ത കാറ്റഗറിയാണ് നമ്മുടെ സെന്റേർഡ് യൂണിറ്റ് സെൽ. ശരിയല്ലേ? സെന്റേർഡ് യൂണിറ്റ് സെൽ ഫർദർ ആയിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്. എന്താണ് ബോഡി സെന്റേർഡ്? എന്താണ് ഫേസ് സെന്റേർഡ്? എന്താണ് എൻഡ് സെന്റേർഡ്? അല്ലെ, ആദ്യം ബോഡി സെന്റേർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 8 കോർണറിൽ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. പ്ലസ് അഡീഷണലി ഈ ഒരു ഹോൾ ബോഡിന്റെ സെന്ററിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഉണ്ടാവും. ഓക്കെ, 8 കോർണറിൽ ഉണ്ടാവും. പ്ലസ് അഡീഷണലി സെന്ററിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തത് ഫേസ് സെന്റേർഡ് എടുക്കുകയാണ്. ഫേസ് സെന്റേർഡ് ഞാൻ വരച്ച് കാണിക്കുന്നില്ല, ബിക്കോസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡയഗ്രാമാണ്. നിങ്ങൾ അടുത്ത് വരയ്ക്കാനും ചോദിക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് ഫേസ് സെന്റേർഡ് പറഞ്ഞു. ഫേസ് സെന്റേർഡ് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കോർണേഴ്സിലും ഉണ്ടാവും. അഡീഷണലി എല്ലാ ഫേസസിലും ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, 8 കോർണേഴ്സിലും ഉണ്ടാവും. അഡീഷണലി എല്ലാ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു ഫേസ് അല്ലേ? ടോപ്പിലുള്ള ഒരു ഫേസ്, ഇവിടെ ഒരെണ്ണം. സൈഡിലുള്ള ഫേസ് അവിടെ ഒരെണ്ണം. 2 സൈഡ് ഉണ്ട്. ടോപ്പിലും ബോട്ടത്തിലും ഓരോ, അങ്ങനെ ടോട്ടൽ 6 സൈഡ് ഉണ്ട് അല്ലെ? ടോട്ടൽ 6 സൈഡിന്റെ സെന്ററിലും ഓരോരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇൻ അഡീഷൻ ടു ദി 8 കോർണേഴ്സ്. 8 കോർണറിൽ ഉണ്ടാവും. അഡീഷണലി ആണ് നമ്മുടെ ഇവിടെ ഉള്ളത് കേട്ടോ. അടുത്തത് എൻഡ് സെന്റേർഡ്. എൻഡ് സെന്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കോർണറിൽ ഉണ്ടാവും. പ്ലസ് ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ടോപ്പ് ഓർ ബോട്ടം, അല്ലെങ്കിൽ 2 സൈഡ്. ഓക്കെ, ഏതെങ്കിലും 2, ഒന്നില്ലെങ്കിൽ ടോപ്പ്, അല്ലെങ്കിൽ ടോപ്പും ബോട്ടവും, അല്ലെങ്കിൽ 2 സൈഡിലത്തെ. ഓക്കെ, ഈ 2 ഓപ്പോസിറ്റ് ഫേസസിൽ ഓരോരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? എൻഡ് സെന്റേർഡ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ യൂണിറ്റ് സെല്ലിനകത്ത് വരുന്ന പ്രിമിറ്റീവിന്റെയും സെന്റേർഡിന്റെയും പ്രത്യേകത. എനിക്ക് തോന്നുന്നു പ്രിമിറ്റീവ് ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു വെക്കാം. ഇതിന്റെ ഡയഗ്രാംസ് വെച്ച് പഠിച്ചില്ലെങ്കിൽ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അടുത്ത ഇമ്പോർട്ടന്റ് സെക്ഷൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞ സെക്ഷൻ. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാം. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. എങ്ങനെയാ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്യൂബിന്റെ 8 കോർണറിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളതിനെയാണ് പ്രിമിറ്റീവ് എന്ന് പറഞ്ഞത് അല്ലെ? ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നില്ലേ? അപ്പൊ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ എത്ര കോർണേഴ്സ് ഉള്ളത്? 8 എണ്ണം അല്ലെ? ടോട്ടൽ ആദ്യത്തിന് അവിടെ എഴുതാം പ്രിമിറ്റീവ്. ടോട്ടൽ 8 കോർണേഴ്സ് ഉള്ളത്. 8 കോർണേഴ്സിൽ ഒരെണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്
1/8 ആണ്. സോ എന്താ പറയാ 8 × 1/8. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? നമ്പർ ഓഫ് ഐറ്റംസ് 1 എന്ന് കിട്ടും. 8 കോർണേഴ്സ് ആ ഉള്ളത്. ഒരെണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/8 പൊസിഷൻ അല്ലെങ്കിൽ 1/8 ആണ് ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ 8 × 1/8 എത്രയാണ്? 1 ആണ്. 8 8 കൂടെ ക്യാൻസൽ ചെയ്താൽ 1 ആണ്. ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇത് വൺ വേർഡ് ആയിട്ട് നമ്മുടെ MCQ സെക്ഷൻ ഒക്കെ വരില്ലേ തുടക്കത്തില് അതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിക്കും എന്നല്ല, മേ ബി ചോദിക്കാം. രണ്ടാമത്തെ ഏതായിരുന്നു? നമ്മുടെ പ്രിമിറ്റീവ് കഴിഞ്ഞാൽ അടുത്തത് ബോഡി സെന്റേർഡ്. ബോഡി സെന്റേർഡിന്റെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ബോഡി സെന്റേർഡ് നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതാണ് ഇപ്പോ നമ്മുടെ പ്രിമിറ്റീവ്. ഇതിന്റെ കൂടെ ഇവിടെയും വരും, ശരിയല്ലേ? അപ്പൊ പ്രിമിറ്റീവിന് എത്ര ഉണ്ടായിരുന്നു? 8 × 1/8 ഉണ്ടായിരുന്നു. ഇസ് ഈക്വൽ ടു 1 അല്ലെ? പ്ലസ് ഇവിടെ ഒന്നും കൂടെ സെന്ററിൽ ഉണ്ട് അല്ലെ? നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 × 1 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ ടോട്ടൽ 1 + 1 2 ആണ് നമ്മുടെ ബോഡി സെന്റേർഡിന്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവിന്റെ കൺസിഡർ ചെയ്യണം, കാരണം 8 കോർണർ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് 8 × 1/8 വന്നത്. പ്ലസ് സെന്ററിൽ ഒരെണ്ണം. സോ 1 × 1 അല്ലെങ്കിൽ 1 ഇസ് ഈക്വൽ ടു 1 + 1 എത്രയാണ്? 2 ആണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ലാസ്റ്റ് വേർഡിലേക്ക് കിടക്കട്ടെ. ലാസ്റ്റ് നമ്പർ ഓഫ് ഐറ്റംസ് കണ്ടുപിടിക്കുന്നത് ഏതിന്റെയാണ്? FCCന്റെ ആണ്, അതായത് ഫേസ് സെന്റേർഡ്. ഓക്കെ, ഫേസ് സെന്റേർഡിന്റെ പ്രത്യേകത എന്താണ്? ആദ്യം 8 × 1/8 എഴുതണം, കാരണം 8 കോർണർ ഉണ്ട്. സോ 8 × 1/8. പിന്നെ വേറെ എന്താ ഉള്ളത്? 6 ഫേസസിൽ അല്ലെങ്കിൽ അതിന്റെ ഓരോ ഫേസും ടോട്ടൽ എത്ര ഫേസ് ഉള്ളത്? 6 ഫേസസിൽ 6 ഫേസിൽ 1/2 അല്ലെങ്കിൽ എന്താ പറയാ, ഈ 1/2 എന്താ പറയുന്നത്? ഒരെണ്ണം അല്ലെങ്കിൽ 6 എണ്ണം അരഭാഗമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ 6 × 1/2 is equal to 6ന്റെ പകുതി എത്രയാണ്? 3 അല്ലേ? 3 ആണ്. അപ്പൊ ടോട്ടൽ 1 + 3 4 ആണ് നമ്മുടെ FCCയിൽ ഉള്ള നമ്പർ ഓഫ് ആറ്റംസിന്റെ നമ്പർ 4 ആണ്. സോ ഇത് 3 നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫൈനലി വാല്യൂസ് എങ്കിലും ഒന്ന് വൃത്തിയായിട്ടൊന്ന് പഠിച്ചേക്കുക. അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നവരുണ്ട്. സോ ജസ്റ്റ് വാല്യൂസ് മാത്രം നിങ്ങൾക്ക് MCQ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് ഇതിന് നമ്മൾ നെക്സ്റ്റ് ഒരു പാർട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് കുറച്ച് ഫർദർ പാർട്സും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ പാർട്ട് വീഡിയോസും കാണാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വരിക. ഗ്രൂപ്പ് ഉണ്ട് സ്റ്റുഡന്റിന്റെ. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അനിയന്മാരും അനിയത്തിമാരും ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുക, കമന്റ് ചെയ്താലും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യും. ആൻഡ് താങ്ക് യു സോ മച്ച്.